ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. നമ്മൾ ചൈന വിടുവാണ്, പക്ഷെ ചൈന വിടുവല്ല. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര. സോ നമ്മുടെ മെയിൻലാൻഡ് ചൈനയുടെ ഒരു ചെറിയ ഒരു എക്സ്പ്ലോറേഷനും ബിസിനസ് കാര്യങ്ങളൊക്കെ അടിപൊളിയായി നടന്നു. നമുക്ക് കുറെ ഐഡിയാസ് കിട്ടി. വീണ്ടും ഉടനെ തന്നെ ചൈന വരുന്നതായിരിക്കും. വി വോണ്ട് ടു നമുക്ക് വളരണം, നമുക്ക് സംഭവങ്ങൾ ചെയ്യണം. നമുക്ക് ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ടാണ് ചൈന പോകുന്നത്. ചൈന നമുക്ക് അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ ആണ് തന്നിരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഹോങ്കോങ്ങിലേക്ക് പോകണം. ഹോങ്കോങ് സെപ്പറേറ്റ് രാജ്യമാണോ? അല്ല. എന്നാൽ ചൈനയുടെ ഭാഗമാണോ? അല്ല. എന്തായാലും ആക്ച്വലി ഹോങ്കോങ് മെയിൻലാൻഡ് ചൈനയുടെ അടിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ എനിക്കൊന്ന് സ്പെഷ്യൽ സോണോ അങ്ങനെ ഒരു സ്പെഷ്യൽ ഓട്ടോണമി ആയിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. ചൈന മെയിൻലാൻഡിൽ നിന്ന് മാറിയുള്ള ഒരു ചെറിയ ഒരു ഐലൻഡ് പോലെയാണ് ഹോങ്കോങ്. അതല്ല ഗൈസ്, ഞങ്ങള് വന്നപ്പോ ആ കാലി പെട്ടിയായിട്ടാ വന്നേ. ഇപ്പോഴും നമുക്ക് സ്ഥലം ഇല്ലാത്തോണ്ടാണ് സാധനങ്ങൾ വാങ്ങാത്തത്. ലാസ്റ്റ് ഒരു നെക്ക് മസാജർ വാങ്ങി. കൊടും ചൂട് ജാക്കറ്റും വെക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് നെക്ക് മസാജർ ഇനി ഇട്ടുകൊണ്ട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങള്. ഈ ജെറിനാണ് പൈസ പൊളിച്ചിട്ടുണ്ട് ഇവിടെ. വേണ്ടതും വേണ്ടാത്ത ജെറിനാണ്. സാധനം പിള്ളേ. അതിന്റെ ഇത് പഴയതല്ലേ? ഞാൻ നോക്കിയപ്പോ ജാക്ക് ആൻഡ് ജോൺസിന്റെ ഒരു 5 തവണ ഇട്ട ജീൻസ് ഇത് ഞാൻ കളയട്ടേന്ന്. എന്നിട്ട് ഞാൻ എടുപ്പിച്ച് വെച്ചു തിരിച്ച്. അത് കളഞ്ഞു. അത് കീറിപ്പോയി വെയിറ്റ് ഇട്ട്. പവർ ബാങ്ക് എവിടെ? ഒരു കടയിൽ നിന്ന് പവർ ബാങ്ക് കാണുവേ, പിന്നെ അടുത്ത കടയിൽ നിന്ന് കാണുമ്പോ അതും വാങ്ങും. അങ്ങനെ 4 പവർ ബാങ്ക്. എത്ര എണ്ണം വാങ്ങി? എന്താ? 3 എണ്ണം. അങ്ങനെ പറ. പവർ ബാങ്ക് 2 പോക്കറ്റില് 2 എണ്ണം. 2 ഫോണില്ലേ? നോക്ക്, BYDയുടെ ഏതൊക്കെയോ നല്ല യുണീക്ക് ഷേപ്പിലുള്ള വണ്ടിയാണ്. നല്ല രസമുണ്ട്, നല്ല കളറും ഉണ്ട്. കംപ്ലീറ്റ് EV ആണ്. ഇയാളുടെ ബക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട്. വണ്ടിയാണെങ്കിലും സാധനങ്ങൾ അത്യാവശ്യം ഇരിക്കുന്നുണ്ട്. നല്ല വണ്ടിയല്ലേ? സിറ്റിയിലേക്ക് പറ്റിയ വണ്ടി. ഭയങ്കര ചെറിയൊരു സ്പേസും ഉള്ളൂ. ഓട്ടോ ഡോറൊക്കെയാണ് കേട്ടാ. അമ്പോ, ഇത് സെറ്റപ്പാ, പക്ക സിറ്റി വണ്ടി. എനിക്ക് വീണ്ടും ഞാൻ പറയും, ചൈനയിൽ ഷോക്ക് ചെയ്തൊരു സംഭവം ഇവരുടെ ഹൈവേസ് ആണെങ്കിൽ സിറ്റിയിലുള്ള ഗ്രീനറി ആണ്. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യില്ല ചൈന ഇങ്ങനെ. നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഒക്കെ കഴിയുമ്പോൾ ഒരു മോഡേൺ സിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ സംഭവമായിട്ടായിരിക്കും നമ്മൾ പ്ലാൻ കാണുന്നത്. നമ്മൾ ഗങ്ജാവ് എന്നൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഓക്കെ ഫുൾ ഇൻഡസ്ട്രി മാനുഫാക്ചറിങ് അല്ലേന്ന്. പക്ഷെ ഇവര് പച്ചപ്പ് വെച്ചങ്ങോട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രിസർവ് ചെയ്തിരിക്കുമെന്ന് തോന്നുന്നു. ഓൾ ഗ്രീൻ. നമ്മൾ സ്ട്രീറ്റ്സിൽ പോയാലും ഇവരുടെ ഹൈവേസ് ആണെങ്കിലും അത് വെറുതെ കാട് പൊള്ളിയല്ല കേട്ടോ. ഹൈവേസ് സൈഡിലൊക്കെ ആണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഈ ചെടികളും ഫോറസ്റ്റ് പോലെയാണെങ്കിലും എല്ലാം അവർ പ്രിസർവ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഷെൻസൻ സ്റ്റേഷനും അടിപൊളിയാണ്. അത് ഇതൊരു കല്യാണ മണ്ഡപം പോലെ ഹോളായിട്ട് ഇങ്ങനെ കിടക്കുവാണ്, നീണ്ടു നിവർന്ന്. അതിൽ 2 സൈഡിലും മേളിൽ നമുക്കിതുപോലെ കുറേ കോഫി ഷോപ്സും കഫേസും, പിന്നെ അവിടെ നിന്നാണ് ഓരോ പ്ലാറ്റ്ഫോംസ് വരുന്നത്. സോ ഭയങ്കര ഒരു ക്ലീൻ ആർക്കിടെക്ചറാണ്. മേളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അൾട്രാ മോഡേൺ രീതിയിലുള്ള റൂഫിങ്ങും സ്റ്റൈലിങ്ങും ആണ് ആർക്കിടെക്ചർ. ശരിക്കും ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റിയിലൊക്കെ നമുക്ക് ഈ സിനിമ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ചൈനയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. ഇതേ പ്രിയ പോകുന്നു. ഞങ്ങളുടെ കയ്യിൽ 2 പെട്ടി കൂളിംഗ് ഗ്ലാസ് ഉള്ളതുകൊണ്ട് വ്ളോഗ് ചെയ്യാനും പറ്റുന്നുണ്ട്. ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുക്കുന്നവർക്കുള്ള ഒരു ലൗഞ്ച് എന്തോ ബിസിനസ് ലൗഞ്ചൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ മെക്ഡോണൾഡ്സ് അവിടെ ഒന്നും പോകാൻ സമയമില്ല. ഇനി ഹോങ്കോങ്ങിൽ പോയി ഒന്നും കഴിക്കാൻ പറ്റില്ല, ഒടുക്കത്തെ പൈസയല്ലേ. ഇത് ട്രെയിൻ വരുന്നതിന് 15 മിനിറ്റ് മുമ്പേ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാൻ പറ്റുള്ളൂ. തൽക്കാലത്തേക്ക് സ്നാക്സ് സാൻഡ്വിച്ചസോ എല്ലാം വാങ്ങി നമുക്ക് കഴിക്കാൻ തോന്നുന്നു. ഇത് സ്നാക്സ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ സാൻഡ്വിച്ചസ് ഒന്നുമില്ല. ട്രെയിൻ 5 മിനിറ്റിൽ പോകും കേട്ടാ. ഓൾറെഡി ഇറങ്ങി. ഈ പ്രിയാണ് സ്ലോ ആക്കിയത്. വിശക്കുന്നു എന്ന് പറഞ്ഞ് 2 ജെറിൻ അതല്ല. ടൂയിലേക്ക് പോ. അതെന്റെ അഭിപ്രായത്തിൽ നമുക്ക് 3 ആയേ ഉള്ളൂ. ഓടിക്കോ, എല്ലാരും ഓടിക്കോ ജീവൻ കൊണ്ട്. ഇതാ കേറിക്കോ. അവർ ഇവിടെ ഇങ്ങനെ വെക്കാൻ സമ്മതിക്കുന്നുണ്ട്. ജപ്പാനിലൊന്നും അങ്ങനെ സമ്മതിക്കാറില്ല. ഇവിടെ കുഴപ്പമില്ല. സീറ്റ് ഏതെങ്കിലും അടിക്കും, എവിടെയെങ്കിലും ഇരിക്കുക. ആ പെണ്ണിനൊക്കെ എഴുന്നേൽപ്പിക്കുന്ന എന്തിനാ?
മോശം കേട്ടോ ചെറിയ, ഭയങ്കര മോശം. ചൈനക്കാരെ എഴുന്നേൽപ്പിച്ചു. കറക്റ്റ് ഓൺ ഡോട്ടാണ്. ആക്ച്വലി ഒരു 8 സെക്കൻഡ് നേരത്തെയാണ് ഹോങ്കോങ്ങിലേക്ക് കയറാൻ പോകുന്ന യാത്ര. എടുത്തിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ ക്ലാസ് ആണ്, സെക്കൻഡ് ക്ലാസ് ആണ്. എന്നിട്ടും നല്ല സീറ്റ്, നല്ല സ്പേസ്, ടേബിൾ ട്രേ. ഷെൻസൻ ടു ഹോങ്കോങ് 880 റുപ്പീസാണ് വരുന്നത്. ഓൺലൈൻ ബുക്ക് ചെയ്യാം, trip.com എന്ന് പറഞ്ഞ ആപ്പാണ്. സ്റ്റേഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഷെൻസനിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റേഷൻ ഹോങ്കോങ് ആണ്. ഇൻറ്റേർണൽ ടെമ്പറേച്ചർ 24 ഡിഗ്രീസ്. ഔട്ട്സൈഡ് എത്രയാവും? ഔട്ട്സൈഡ് 31. നല്ല അങ്ങനെ 18 മിനിറ്റ് ചൈന ടു ഹോങ്കോങ് എത്തി. 18 13 18 മിനിറ്റാണ് കാണിക്കുന്നത്. ഹോങ്കോങ്ങിലേക്ക് കാല് കുത്താൻ പോകുന്നു. അടുത്ത രാജ്യം. എല്ലാ പെട്ടിയും 2 പെട്ടി ആ വഴി പോട്ടെ തിരിച്ച് ചൈനയിലേക്ക്. റെഡിയല്ലേ ഹോങ്കോങ് പൊളിക്കാൻ? 10 പൈസ പൊളിക്കാൻ പറ്റില്ല. ഇതൊന്നും വാങ്ങലില്ല കേട്ടാ, വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല. ഓ ബാ, ഇനി ഇവിടുന്ന് ടാക്സി 12,000 രൂപ. ഓ അത്രേ ഉണ്ട്. പോ, എല്ലാം തീർന്നു. വര കണ്ട, അത് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഹോങ്കോങ് എത്തിയ. ശരിക്കും ഇവിടെ അത് ഡ്യൂട്ടി ഫ്രീയും അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. ലിറ്ററലി ഇറ്റ്സ് ലൈക്ക് ട്രാവലിംഗ് ടു അനദർ കൺട്രി. ഈവൻ ദോ ഞാൻ പറഞ്ഞില്ലേ ചൈനയുടെ ഭാഗമാണോ അല്ലയോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല, പക്ഷേ ഇറ്റ്സ് ലൈക്ക് എൻട്രിങ് അനദർ കൺട്രി. എമിഗ്രേഷൻ എളുപ്പമായിരുന്നു, ഒരു 5 മിനിറ്റിൽ കാര്യം തീർന്നത്. വേറെ ഒരു വിസിറ്റിംഗ് ഫോം മാത്രം, ഒരു പ്രീ അപ്രൂവൽ ഫോം മാത്രമേ ഫില്ല് ചെയ്യാനുള്ളൂ. പാസ്പോർട്ട് കാണിക്കുക, റിട്ടേൺ ടിക്കറ്റ് ഒന്നും, വേറെ ഹോട്ടൽ ബുക്കിങ്സ് ഒന്നും അവർ ചോദിച്ചില്ല. ഇനി ബാക്കിയുള്ളവരൊക്കെ വരട്ടെ. ഇതുവരെ ചൈനയിലായിരുന്നപ്പോൾ ആൾക്കാർക്ക് കാര്യമായിട്ട് വിശപ്പില്ലായിരുന്നു. ഏറ്റവും എക്സ്പെൻസീവ് സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ ഭയങ്കര ദാഹം, ഭയങ്കര വിശപ്പ്. വെള്ളം മറ്റേ ഇവിയോൺ വെള്ളത്തിന് ഒരു ബോട്ടിൽ ചെറിയ 1/2 ലിറ്ററിന് 170 രൂപ. ഇവിടെ ഇരുന്ന് കഴിക്കായിരുന്നു. കണ്ട ഡ്യൂട്ടി ഫ്രീ ഒക്കെ പക്ക, ശരിക്കും എയർപോർട്ട് പോലെ തന്നെ. എനിക്കത് ഷിപ്പിലും ഇവിടെയും കാണാൻ വന്നിറങ്ങുന്നതെന്ന് പറഞ്ഞു. കാരണം പോർട്ട് ഇമിഗ്രേഷനൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു. എയർപോർട്ടിൻ്റെ അത്രയും വലുതൊന്നല്ലെങ്കിലും ഡ്യൂട്ടി ഫ്രീയും എല്ലാ സംഭവം ഉണ്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ. ഗൈസ്, അപ്പോൾ ഞങ്ങൾ ആക്ച്വലി ഇപ്പം മെട്രോന്ന് കയറി വന്ന് ഇനിയിപ്പം ഇവിടെ നിന്ന് ബസ് എടുക്കാൻ പോവാണ്. ഹോങ്കോങ്ങിലേക്ക് വരുമ്പോഴേക്കും ഭയങ്കര കുറച്ചും കൂടെ ചൈനയുടെ ഒരു പോളിഷ്ഡ് ലുക്കാണ്. ടാക്സീസും എല്ലാം ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരു 18 മിനിറ്റ് മാറിക്കഴിയുമ്പോൾ തന്നെ 40 രൂപയുള്ള കൊക്കക്കോളയ്ക്ക് 110 രൂപയായി. അപ്പോൾ എന്തായാലും 2 ദിവസം ഹോങ്കോങ്ങിലുള്ളൂ. ഞങ്ങൾക്ക് പോകേണ്ടത് ക്രോസ് ഹാർബർ ബസ് സ്റ്റോപ്പിലേക്കാണ്. എന്തായാലും ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര എക്സ്പെൻസീവ് ഹോങ്കോങ്. ഇവിടെ ബസ് നമ്പറൊക്കെ ഇവിടെ അടിയിൽ തന്നെ എഴുതി വെക്കും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ഈസിയാണ് ബസ് പിടിക്കാനായിട്ട്. എവിടെ പോയി നിൽക്കണം എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ 102 ആണ് നമ്മുടെ ബസ്. ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ. നമ്മൾ ആക്ച്വലി കുറച്ച് സമയമെടുത്ത് കുറച്ച് ഇഫേർട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ റേറ്റ് ഇല്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റും. മെട്രോയിലും ഇതിലൊക്കെ കൂടെ, ബസ്സിലും കൂടെയൊക്കെ. പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്താൽ യൂറോപ്പിന് അത്ര എക്സ്പെൻസീവ് അല്ലെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഡബിൾ ഡെക്കർ ഇതല്ല, മാറി ഇടിച്ചിട്ടിട്ട് പോവും. ഇതാണോ എന്ന് ചോദിക്കുന്നത്. ബസ് പറന്നാ പോകുന്നത് കേട്ടോ, ചാടി. ഇവിടെ ഒറ്റ ചൈനീസ് വണ്ടിയില്ല കേട്ടോ, കംപ്ലീറ്റ് മറ്റേ ഹൈ എൻഡ് അമേരിക്കനും ജാപ്പനീസ് വണ്ടികളൊക്കെയാണ്. പിന്നെ ഒരു ഭയങ്കര മെട്രോപൊളിറ്റൻ സിറ്റിയാന്ന് തോന്നുന്നു. ഭയങ്കര സ്കൈ സ്ക്രേപ്പേഴ്സ് സെറ്റപ്പൊക്കെയാണ്. ഓ ഗൈസ്, എനിക്ക് തോന്നുന്നു ഹോങ്കോങ്ങിന് 2 സൈഡ് കടലിൻ്റെ അടിയിൽ കൂടെ ഉള്ള ഒരു പാലമാണെന്ന് തോന്നുന്നു കേട്ടോ. ബസ്സിൽ നമ്മൾ കയറുമ്പോൾ തന്നെ കാർഡ് വെച്ച് വേണം, ക്യാഷ് എടുക്കുമെന്ന് അറിയില്ല. പക്ഷെ സംഭവം തന്നെ അണ്ടർ വാട്ടറാണ്, 100% അണ്ടർ വാട്ടർ. ഇത് അണ്ടർ വാട്ടർ ബ്രിഡ്ജ്. പാലത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ ഒരു ലുക്ക് നോക്കും, എന്ത് രസമല്ലേ ഹോങ്കോങ്. ശരിക്കും റോഡൊക്കെ സിറ്റി കൂടെ എനിക്ക് റേസിംഗ് കാറൊക്കെ ഓടിക്കാം. ആൻഡ് ഇത് ഗ്ലാസ് ഉണ്ടെന്ന് പോലും അറിയുന്നില്ല, അത്രയും ക്ലീനുമാണ്. ഓ സംഭവം കേട്ടോ ഹോങ്കോങ്. നമ്മൾ ഹോങ്കോങ് ലൈക്ക് സേ യു അറൈവ്ഡ് ഇൻ ഹോങ്കോങ് വിത്തൗട്ട് സീയിങ് ഹോങ്കോങ് എന്നുള്ള രീതിയിൽ ബിൽഡിങ്സ്. ഇത് മറീന സെറ്റപ്പ് കേട്ടോ, അൺബിലീവബിളി മോഡേൺ ദിസ് ഹോങ്കോങ് ഇസ്. എന്തൊരു ഇൻഫ്രാസ്ട്രക്ചറാണ്, എന്തൊരു കണക്ടിവിറ്റിയാണ്. പെട്ടി പൊക്കി കയറണം. ജെറിനെ പെട്ടി പൊക്കി അപ്പുറം പോകണം, ലിഫ്റ്റ് ഇല്ല.
ഹോട്ടൽ അപ്പുറം കൊണ്ട നമുക്ക് ഇവിടുന്ന് ലിഫ്റ്റിന്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. പബ്ലിക് ലിഫ്റ്റ് ആണ്, കൊള്ളാലോ സെറ്റപ്പ്. അവസാനം ഒരു 2 മണിക്കൂർ പെട്ടി വലിച്ച് ഞങ്ങൾക്ക് വഴിയൊക്കെ തെറ്റിയത് കൊണ്ടാണ് 1 മണിക്കൂറിലെത്തി. ഹോട്ടൽ റോസ്ഡെയിൽ ഇവിടുത്തെ ഏറ്റവും പൊട്ട റിവ്യൂവിലുള്ള ഒരു ഹോട്ടലാണ്. പക്ഷേ ബഡ്ജറ്റിൽ ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതൊന്നും തന്നെ പെർ ഡേ ഒരു 6,000 റുപ്പീസിനൊക്കെ കിട്ടുന്നു. അത്യാവശ്യം റൂം വലുതാന്ന് എനിക്കറിയാം. എന്നാൽ കമ്പയർഡ് ടു ഹോങ്കോങ് സ്റ്റാൻഡേർഡ് ഏറ്റവും ഡേർട്ടിയസ്റ്റ് ഹോട്ടൽ ഇൻ ഹോങ്കോങ്ങിലൊന്നായിട്ടാണ് അഗോഡ പറയുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല. അല്ല, വേറെ ഓപ്ഷൻ ഇല്ല. ഹോങ്കോങ് ആയതുകൊണ്ടാണ്. പക്ഷെ ഒന്നില്ലെങ്കിൽ കുറച്ച് ഡേർട്ടി, അല്ലെങ്കിൽ ഭയങ്കര ചെറുത്. അപ്പൊ കുറച്ച് ഡേർട്ടിയാ ബെറ്റർ. ചെറുതാണെങ്കിൽ പെട്ടി തുറക്കാൻ പറ്റില്ല പറയാ. ഭയങ്കര ഡേർട്ടി ഒന്നും ആയിരിക്കില്ല, കുറച്ച് ഒരു പേരിന്. ഹോങ്കോങ്ങിലെ എല്ലാം ഞങ്ങള് ഡബിൾ ഡെക്കർ ബസ്സസ് ആണ് തോന്നുന്നത്. നല്ല രസമുണ്ട്. ഒരു ഹോങ്കോങ് സിറ്റി ഒരു വിൻറ്റേജ് വൈബ് കിട്ടുന്നുണ്ട്. കാരണം ബസ്സുകളും ടാക്സികൾക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു പഴയ ടാക്സി പോകുമ്പോൾ ഒരു പഴയ ലുക്ക് ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അതെ, ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. ഒന്നുമല്ല, ഞങ്ങൾക്ക് റൂം കിട്ടിയിട്ടില്ല. കൺഫേംഡ് ബുക്കിംഗ് ആയിരുന്നു, കൺഫേംഡ് ആൻഡ് പെയ്ഡ് ആയിരുന്നു. അഗോഡ വഴി ഇവിടെ വന്നപ്പോൾ റൂമില്ല. അന്ന് അഗോഡക്കാർ പറഞ്ഞു എന്തോ എറർ പറ്റി, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാൻ. അങ്ങനെ ഇനിയിപ്പോൾ വേറെ സ്ഥലം ബുക്ക് ചെയ്തിട്ടില്ല. അവരാദ്യമേ പൈസ റീഫണ്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിരിക്കുവാണ്. ഒരു റൂം കിട്ടി, 2 റൂം ബുക്ക് ചെയ്തില്ല, ഒരു റൂം കിട്ടി. ഒരു റൂമില്ലാതെ ഞങ്ങൾ വെറുതെ അലഞ്ഞിരിഞ്ഞ് നടക്കുവാണ്. അതിനുവേണ്ടി 2 മണിക്കൂർ, അവിടെ 2 ദിവസമുള്ളൂ, അതിനുവേണ്ടി 2 മണിക്കൂർ ഇവിടെ പോയി. കുഴപ്പമില്ല, ഓൾ ദിസ് ഇസ് പാർട്ട് ഓഫ് ട്രാവൽ. നമുക്ക് എന്തെങ്കിലും വയ്യാതൊക്കെ ആയെങ്കിൽ എത്ര ദിവസം പോയാൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നിസ്സാരമല്ലേ. സോ ഓൾ ദിസ് ഇസ് പാർട്ട് ഓഫ് ട്രാവൽ, നോ ഇഷ്യൂസ്. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേറെ ഹോട്ടൽ നോക്കണം. അതല്ലാതെ അതിന് മുമ്പ് ഇവിടെ ഒന്ന് കറങ്ങട്ടെ, ഇരുട്ടാവുന്നതിന് മുമ്പ്. ഇവിടെ വരെ വന്നിട്ട് അതാണല്ലോ മുഖ്യം. കിടക്കുന്ന എവിടെ വേണമെങ്കിലും പോയി കിടക്കാമല്ലോ. ഈ ഹോങ്കോങ്ങിലുണ്ടല്ലോ ഇതുപോലെ പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയനെ പോലെ തന്നെ പഴയ ആൾക്കാർ നടത്തുന്ന ഷോപ്പുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇപ്പൊ പൊട്ടിപ്പൊളിഞ്ഞു വീഴും ഇതുപോലെ. ആ സമയത്ത് പുറകില് ഇപ്പോഴൊന്നും പൊട്ടത്തില്ല, കുറേ വർഷങ്ങൾ കഴിയും എന്നെ പോലെ. അപ്പൊ ഈ ജനിച്ചൊന്നുള്ളൂ. അപ്പൊ ഈ അമ്മച്ചിയുടെ പോലത്തെ സ്ഥലത്ത് ഞങ്ങള് വാങ്ങി കഴിക്കുകയാണ്. എന്തൊരു ഫീലല്ലേ. അപ്പൊ ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഒരു ബണ്ണില് ജസ്റ്റ് ഇതുപോലെ ബർഗർ ഫ്രൈ ചെയ്ത് മയോണീസും കെച്ചപ്പും മാത്രം ഇടും. 230 രൂപയാണ്. ഇത് വളരെ സിമ്പിൾ പക്ഷെ നല്ല ടേസ്റ്റുള്ള സംഭവം. വെറും കെച്ചപ്പ്, ഒരു ഫ്രൈഡ് ചിക്കൻ പാറ്റി, മയോ, നല്ല ബട്ടറി സോഫ്റ്റ് ബൺ, വേറെ ഒന്നുമില്ല. അടിപൊളി ടേസ്റ്റ് കേട്ടോ. എന്തായാലും ഹോങ്കോങ്ങിന്റെ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് കോസ്വേ ബേയിൽ ഇത് വേണമെങ്കിൽ, ഇതിവിടെ ഷോപ്പ് ഉണ്ടായിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കുമല്ലോ. വെരി യമ്മി. ഇത് കണ്ട, ഇതാണ് പഴയ ടാക്സി എന്ന് പറയുന്നത്. ഇയാൾ തുപ്പി. ഇതാണ് ഇവിടെ ഭയങ്കര തുപ്പലാണ് റോഡിൽ. അത് പക്ഷെ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. നാട്ടിൽ മാത്രമൊന്നുമല്ല, യൂറോപ്പിൽ പോലൊക്കെ ഉണ്ട് പഴയ ടാക്സി. പക്ഷെ കാർസ് ഒക്കെ ഭയങ്കര പുതിയാണ്. ചൈനീസ് കാർസ് ഒന്നും ഇവിടെ ഇല്ല. ടെസ്ല മാത്രം കാണുന്നുള്ളൂ. കണ്ട, ഇവിടെ ഏറ്റവും കുറവ് ഹൗസിംഗ് സ്പേസ് ഉള്ള സ്ഥലം ഹോങ്കോങ് ആണെന്നാണ് കേട്ടോ. റൂംസ് ഒക്കെ നമ്മുടെ ടോക്കിയോ പോലെ തന്നെ ഭയങ്കര ചെറുതാണ്. അതുകൊണ്ട് നല്ല എല്ലാം ഒരുവിധ സ്കൈ സ്ക്രേപ്പേഴ്സ് ആയിരിക്കും. പിന്നെ മോഡേൺ സിറ്റിയും കൂടെ ആണല്ലോ. ഇവർ ആക്ച്വലി 1997 വരെ ബ്രിട്ടീഷിന്റെ അടിയിലായിരുന്നു. റൈറ്റ് ഹാൻഡ് കാറൊക്കെ. ഓക്കെ. എന്നിട്ട് 1997 ഇവര് ചൈനക്ക് കിട്ടിയത്. അപ്പൊ എന്ത് ലൈക്ക് ഇറ്റ്സ് എ വെരി റീസെന്റ് പാസ്. എപ്പോഴും കാണുമല്ലോ. കാരണം ഇവർക്ക് ആക്ച്വലി ഓട്ടോണോമി കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ പറയുന്നത്, അതിന്റെ പിടി ചൈനയുടെ കയ്യിലാണ്. സോ അതിന്റെ ഒരു പ്രശ്നമാണ്. പേര് എങ്ങനെയുണ്ട്? യുവർ ഫേവറേറ്റ് പ്ലേസ് ഇൻ ദ വേൾഡും ഇതും ഒരേ പേരാണ്, ടൈം സ്ക്വയർ. ഇതാണ് ടൈം സ്ക്വയർ. അമേരിക്ക പോയില്ലെങ്കിലും ടൈം സ്ക്വയറിൽ കൊണ്ടുപോയില്ലേ? ആ, എല്ലാരെയും ടൈം സ്ക്വയറിൽ കൊണ്ടുപോയി. എവിടെ ഹാപ്പി ആയല്ലോ? ആ, വലിയ അമേരിക്കൻ ബസ് ഉണ്ടെന്ന് വിചാരിച്ച്. സോ വെൽക്കം ടു ടൈം സ്ക്വയർ ഹോങ്കോങ്. ഓക്കെ, അടിപൊളിയല്ലേ? സോ ഇത് ആക്ച്വലി ഇവിടുത്തെ ഒരു മെയിൻ കോസ്വേ ബേ എന്ന് പറയുന്നത് ഹോങ്കോങ്ങിലെ ഒരു മെയിൻ പെഡസ്ട്രിയൻ സ്ട്രീറ്റ്, അല്ലെങ്കിൽ മെയിൻ സ്ട്രീറ്റ് ആണ്. പെഡസ്ട്രിയൻ സ്ട്രീറ്റ് അല്ല, മെയിൻ സ്ട്രീറ്റ് ആണ്. അവിടുത്തെ ഒരു മെയിൻ സെന്റർ ആണ് ടൈം സ്ക്വയർ എന്ന് പറയുന്ന ബിൽഡിംഗ്. എന്തൊരു ബിസി ഏരിയ, ഭയങ്കര യങ് വൈബ്രന്റ് അടിപൊളി ഒരു വൈബുള്ള ഏരിയ ആണ്. നമുക്ക് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് വി ക്യാൻ വാക്ക് സേഫ്, മാപ്പൊക്കെ ഓഫ് ചെയ്തിട്ട് ചുമ്മാ ഇങ്ങനെ നടന്ന് ഇതിൻ്റെ ആലി വേസിൽ കൂടെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്ത് ഭയങ്കര ഒരു എന്താ പറയുക സേഫ് ആയതുകൊണ്ട് യു ക്യാൻ ജസ്റ്റ് ബി ഫ്രീ ആൻഡ് എക്സ്പ്ലോർ. നമുക്കൊരു ഗൈഡിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് വാക്ക്. ആൻഡ് ടാക്സികൾ കിടക്കുന്ന നോക്ക്. ഇത് സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ വേറെ ലെവലാണ്.
പക്ഷെ നമ്മൾ ഷാങ്ഹായ് ബീച്ചിലൊന്നും കണ്ടില്ല. ഹോങ്കോങ്ങിന്റെ ഗുണം എന്താ അറിയോ? ഹോങ്കോങ്ങിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കമ്പാരിറ്റീവ്ലി ഭയങ്കര ചെറിയ സ്ഥലമാണ്. സോ നമുക്ക് എല്ലാം ആക്സസിബിൾ ആയിട്ട്, ഇപ്പം ഒരുപാട് നടക്കണ്ട, ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യേണ്ട, ഒരു മെയിൻ ഏരിയ താമസിച്ച് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് അടുത്തടുത്ത് ചെയ്യാൻ പറ്റും. ആൻഡ് ഭയങ്കരമായിട്ടുള്ള ഒരു വാക്കബിൾ സിറ്റിയും കൂടിയാണ് ഹോങ്കോങ്. നല്ല വെതറും വരാറുണ്ട് സാധാരണ. എനിക്കൊന്ന് ഇപ്പം തൊട്ട് എനിക്ക് ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ നല്ല വെതറായിരിക്കും. ഇതെന്ത് ഇത് മറ്റേ ചൈനക്കാർക്ക് പൈസ പൊളിക്കാനായിട്ട് വെറുതെ ഒരു 10-20 ലക്ഷമൊക്കെ ആയിട്ട് വന്നിട്ട് ഷോപ്പ് ചെയ്ത് പോകാനുള്ള സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളെന്തിനാ ഇതിൻ്റെ അകത്ത് വന്ന് ജെറിന് എന്തെങ്കിലും വാങ്ങുമായിരിക്കും. അതെ, ജെറിനെ ഗൂച്ചി കൊണ്ടുപോയിട്ട് നല്ല ഷൂസ് ഉണ്ട് വാങ്ങാൻ പറ, ചിലപ്പോൾ വാങ്ങും ആള്. അതെ, മൂഡ് പോലെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു മോളിന് 8ാമത്തെ നില ഉണ്ടെന്ന് കഴിക്കുന്നത്. 8ാമത്തെ നില മോള്. ദുബായ് മോളൊക്കെ ഓബിയസ്ലി വലുതാണ്, പക്ഷെ 8 നില ഇവിടെ ഇല്ലല്ലോ. ദേ തോന്നുന്നു. ഡിയോർ സ്റ്റോർക്ക് എന്തൊരു രസമല്ലേ, നമ്മൾ കേറുന്നില്ലെങ്കിൽ പോലും എന്ത് ഭംഗിയാ നോക്ക് പറയാ. കേറി എന്തെങ്കിലുമൊക്കെ വാങ്ങും പ്രിയ. എന്റെ പൈസ മൊത്തം കഴിഞ്ഞു. ഐഫോൺ പ്രിയ വാങ്ങിത്തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഓഫേഴ്സ്, ഫ്ലൈറ്റ് ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നേ. സോ ഓബിയസ്ലി ഈ ഒരു ട്രിപ്പ്, അത് കഴിഞ്ഞിട്ട് ഒരു ട്രിപ്പ്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം ന്യൂ ഇയറിന് ഒരു ട്രിപ്പ്, അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ ദുബായ്, അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ വീണ്ടും ഞാൻ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ കയ്യിലുള്ള പൈസ മൊത്തം തീർന്നു. ഇനി ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ബാക്കിയുള്ള പൈസ ഉണ്ടാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. കാരണം ഏകദേശം ഒരു 3 പേർക്ക് 4 രാജ്യത്തെ ടിക്കറ്റ്സ് ബുക്ക് ചെയ്തപ്പോഴേക്കും 5-6 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓഫ്, അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇത് കേട്ടോ. ആൾക്കാരെ ഇല്ല, ഒന്നും വാങ്ങാൻ പറ്റില്ല, ജസ്റ്റ് കണ്ടിട്ട് പോവാം. ഐഫോൺ വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടുത്തെ ഐഫോണിന് 2 പ്രശ്നം. ഇ സിം ഇല്ല, അപ്പോൾ എനിക്കത് പറ്റില്ല. ഞാൻ ഇ സിമ്മിൻ്റെ ആളാണ്. പിന്നെ വാറണ്ടി നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല എന്ന് ഡൗട്ട്. അപ്പം എന്തായാലും വേണ്ട, വേണ്ട. ഐഫോൺ തന്നെ നമുക്ക് സിംഗപ്പൂരിന് വാങ്ങാം, അത് ഡിസ്കൗണ്ട് കിട്ടും. ഹോങ്കോങ് ട്രാം. പ്രിയക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഹോങ്കോങ്. ഒരു രക്ഷയില്ല. ഇൻ ലവ് വിത്ത് ഹോങ്കോങ് ആണ്. വന്ന് കയറി ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ടുള്ളൂ. ഈ സംഭവം കണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ബഡ്ജറ്റിൽ നമുക്ക് ദാഹവും തീർക്കാം, ഓൾമോസ്റ്റ് വിശപ്പും തീരും. അത്ര ഹെവി ഫുഡും സംഭവം ഡ്രിങ്കും ആണ് ഇവിടെ കേട്ടോ. മിക്സിയും നമ്മുടെ വിയറ്റ്നാമില്. അന്തുനെ പൊളിച്ചു. എന്റെ കൊള്ളില്ല, ഗ്രീൻ ടീയിൽ ഓറഞ്ച് ഇട്ടിരിക്കുക. ഇത് കൊള്ളാൻ തോന്നുന്നു. ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല. വിയറ്റ്നാമിൽ അതിന്റെ പണി കിട്ടിയ പിന്നെ കഴിക്കാൻ പേടിയാ. പ്രശ്നമാണോ? കുഴപ്പമില്ല, അതും പണി കിട്ടിക്കാട്. നല്ല അതോ ഇതില്ല. ഐസ്ക്രീം മോശമാ? ഐസ്ക്രീം ഓക്കെ, ഭയങ്കര ഇത് പറയാനില്ല. വേറെ ഇന്ന് ചെയ്യാൻ ഒന്നും സമയമില്ല. നാളെ ഹോങ്കോങ് കറങ്ങി കാണാം. അപ്പോൾ സോഗോ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഉണ്ട്. ഇവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറാണ്, നമ്മുടെ നാട്ടിലെ സെന്ററൊക്കെ പോലെ. സോ ഇതൊന്ന് കയറി കറങ്ങാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നും ചെയ്യാൻ സമയമില്ലല്ലോ. സാൻഡ മെക്വീൻ, മിയു മിയു ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഭവമാണ് മിയു മിയു. സൈക്കിൾ കോസ്റ്റ് ഒക്കെ ഭയങ്കര ഡിസ്കൗണ്ട്. 45,000 ബാഗിന് അറൌണ്ട് 14,000 റുപ്പീസേ ഉള്ളൂ. 4,500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50,000 ആവുമേ. ഇത് ഇൻറ്റു 12 11 ചെയ്ത് കഴിഞ്ഞാൽ അറൌണ്ട് 15,000 റുപ്പീസ്. നല്ല റേറ്റ് ആണല്ലോ. ഇങ്ങനെയാണ് സ്നേഹമുള്ളവര് ഭാര്യരോട്. ജസ്റ്റിനെയും കൂടെ കാണിച്ചു കൊടുക്കുക. പക്ഷെ സാർ ഒരു കിട്ടില്ല സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടാ. സർപ്രൈസ് ആണ് ഭാര്യക്ക്. ഇവിടെ ഇപ്പം ഏരിയാന്റെ ബാഗ് നോക്കുവാണ് കേട്ടാ. എന്ത് ഒന്നും പറയില്ല. വല്ലം പറയാനുണ്ടോ? ഇല്ല. എന്നാ ഇതൊരു നാണമൊന്നുമില്ല. ഭർത്താവിനെ ഞാൻ വെറുതെ ഇങ്ങോട്ട് കയറ്റി. ഒരു കാര്യമില്ലായിരുന്നു മിസ്റ്റർ അദ്ദുപോളിന്. എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണല്ലോ. ഞാൻ വെറുതെ ഞാൻ ജീവിതത്തിൽ കണ്ട അന്തുന് വരെ അറിയാം. എന്റെ ഭർത്താവിന് എല്ലാ മാസവും ഇങ്ങനെ വാങ്ങി എല്ലാ മാസം 1-2 ലക്ഷം രൂപ സാധനം മേടിച്ചു തരുന്നല്ലേ. ഈ ഹോങ്കോങ്ങിൽ വന്നിട്ട് ഐഫോൺ 16 പ്രോ ഭാര്യക്ക് എന്താ മേടിച്ചു കൊടുക്കാൻ? അതിന്റെ കാര്യം പറ. ഡ്യുവൽ സിം ആയതുകൊണ്ട്. അതുകൊണ്ടാ ഞാനും വാങ്ങിയില്ല. അതുകൊണ്ടാ തീർന്നു. ഫുൾ ആലോചന. ഇതുണ്ടോ വാച്ചും മോതിരവും ഒന്നിച്ച് കൊള്ളാല്ലേ? ഫോസലിന്റെ ഇത് മാത്രമല്ല ഇതിന്റെ ഔട്ട്ലെറ്റിൽ നല്ല ഡിസ്കൗണ്ട് കിട്ടും. ഇതിന്റെ ബാക്കിൽ ഇത് കണ്ടോ ഇങ്ങനത്തെയാ.
അപ്പൊ അത് കൊള്ളാം. സ്ട്രെച്ചബിൾ ആർക്ക് വേണമെങ്കിലും ഇടാം. ഓക്കെ, കണ്ടു. ബാ. അരമണിക്കൂറായിട്ട് ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തത് എന്തിനാ? ഞാൻ ഇല്ലായിരുന്നു, ഞാൻ ഷൂസ് വെക്കാൻ പോയത് അപ്പുറത്ത്. നൈക്കി ഷൂസ് ആണെങ്കിൽ കൊടുക്കും. ഉറപ്പാ. ഇപ്പൊ വേണോ? വേണ്ട, എനിക്കിത് മതി. അത് നടക്കില്ല. ഗൈസ്, അപ്പൊ ഞങ്ങള് ലാസ്റ്റ് മൂമെന്റ് വേറെ ഒരു സ്ഥലവും ഇവിടെ ഒക്കെ ഫുള്ളാണ്. പിന്നെ ഉള്ളത് ഭയങ്കര റേറ്റ് ആണ്. ലൈക്ക് പെർ ഡേ 12,000 ഒക്കെ ചെറിയ റൂമിന് വരുന്നു. പിന്നെ ലാസ്റ്റ് നമുക്കിപ്പോൾ ഈ അക്കൗണ്ട് മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് ഐബസ് എടുത്തു. അതും ഭയങ്കര എക്സ്പെൻസീവ് അല്ല, അതും പെർ ഡേ ഒരു 8,000 ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ആ റൂം സോ സ്മോൾ, ഞങ്ങളുടെ പെട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പെട്ടിയൊക്കെ ഇവിടെ അന്തുവിൻ്റെയും ജെറിൻ്റെയും കൂടെ അവർക്ക് ഈ റൂം കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ആ റൂം ഒന്ന് കാണിച്ചു തരാം. സോ ദാറ്റ് മൈ ബി വൺ ഓഫ് ദ സ്മോളസ്റ്റ് റൂംസ് ദാറ്റ് ഐ ഹാവ് എവർ സ്റ്റേഡ്, അറ്റ്ലീസ്റ്റ് ആസ് എ ഫാമിലി. ഞാൻ അത് കാണിച്ചു തരാം. എന്നിട്ട് അതുവരെ 8,000 റുപ്പീസ് കണ്ട് അല്ല 7,000 റുപ്പീസ് പെർ ഡേ വരുന്നുണ്ട്. ഫുഡൊന്നും കഴിക്കാൻ കാണിക്കാൻ പറ്റില്ല. ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങി, കാരണം ഹോട്ടലിലേക്ക് ചെക്ക് ഇൻ ചെയ്യണം. പക്ഷെ നല്ല കിടിലൻ സിറ്റി കേട്ടോ ഹോങ്കോങ്. മൊത്തം നമ്മൾ ഈ മെയിൻ ഏരിയ നടക്കുമ്പോൾ ഇതുപോലത്തെ ക്ലീൻ, വെരി ക്ലീൻ ഫുട്പാത്സും ക്ലീൻ ബാത്റൂമും. ഗൈസ്, അപ്പോൾ ജെറിൻ ബൈ, അന്തു ഗുഡ് നൈറ്റ്. ഇവരുടെ റൂം അത്യാവശ്യം ഹോങ്കോങ്ങിൽ ബെസ്റ്റ് ഏരിയയിലാണ്. സ്പേസ് കമ്പാരിറ്റീവ്ലി ഒക്കെ ഉണ്ട്. എനിക്കൊന്നും ഇവിടുത്തെ നെഗറ്റീവ് റേറ്റിംഗ് കിട്ടിയത് ഇവരുടെ സ്റ്റാഫിന്റെ ബിഹേവിയർ ആയിരിക്കും. മിക്കവാറും ഭയങ്കര മൂഷാട്ട സ്വഭാവമാണ്. പ്രിയൊക്കെ പറ്റിയ ആൾക്കാരാണ്. പിന്നെ അതെ, ഞങ്ങളുടെ പെട്ടി ഇവിടെ വെച്ചിട്ട് പോവാണ്. ബാട്ടബ് ഉണ്ട്, അതുകൊണ്ട് രണ്ടുപേരും ഹാപ്പിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. പറഞ്ഞോ. ഈ ഹോങ്കോങ്ങിലുള്ള എല്ലാ ഹോട്ടലുകളിലും റേറ്റിംഗ് 80% കൂടുതലില്ല. എല്ലാ ഹോട്ടൽ 5, 6, 10 പറഞ്ഞത്. അവരുടെ റേറ്റിംഗ് 7. അത് ബിഹേവിയറിലായിരിക്കും അല്ലേ? ഹോസ്പിറ്റാലിറ്റി ഇല്ല. ഹോസ്പിറ്റാലിറ്റി ഭയങ്കര മോശമാണ്. അത് സത്യം. കാരണം റൂം വൈസ് നോക്കുമ്പോൾ വലിയ മോശമൊന്നും അല്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് 8 റേറ്റിംഗ് ഒരു മനുഷ്യനും. അതെ, ഇവിടെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് അതാ. സത്യം. അതെനിക്കൊന്നും ഇവരുടെ ബിഹേവിയറിന്റെ. അപ്പൊ എന്തായാലും ഗുഡ് നൈറ്റ്, സി യു. ചെരുപ്പും ബ്രഷും. ഇനി റൂം കാണുമ്പോഴാണ് പ്രിയ ഷോക്കാകാൻ പോകുന്നത്. എനിക്കിന്ന് യൂസ്ഡാ, ജപ്പാനിൽ പോയിട്ടുണ്ടല്ലോ. അപ്പൊ പോയി നോക്ക്, മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഒരു ട്രാവലിന്റെ ഭാഗം. ഇത് ബഡ്ജറ്റ് ഹോട്ടലായിട്ടാണ് ഈ 8,000 റുപ്പീസ്. ഇതിന്റെ ലോബിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല കേട്ടാ, പക്ഷെ വൃത്തി കാണും ഉറപ്പാ. എങ്ങനെയെങ്കിലും ചെറിയ റൂമിൽ വന്നാലേ നമ്മൾ തമ്മിൽ ഒരു അടുപ്പം കാണുള്ളൂ. നിന്ന് തിരിയാൻ സ്ഥലമില്ലല്ലോ. ഒരു അടുപ്പത്തിന് വേണ്ടി ഞാൻ ചെറിയ റൂം ബുക്ക് ചെയ്ത് 704, റൂം നമ്പർ 704. Hi guys, welcome to Hong Kong and welcome to Priya's room tour. ഐബിസ് എന്ന് പറഞ്ഞില്ലല്ലോ. ഐബിസ് ഹോട്ടലാണ് നമ്മൾ താമസിക്കുന്നത് ഹോങ്കോങ്ങില്. കേറി വരുമ്പോ തന്നെ ഒരു വലിയ മിററുണ്ട്. ഫിനിഷ് കഴിഞ്ഞ റൂം ടൂർ കഴിഞ്ഞു. പിന്നെ അതെ, ഒന്ന് അങ്ങോട്ട് നിന്ന ബെഡ്, പിന്നെ അങ്ങോട്ട് ടേബിള്, സംഭവം കഴിഞ്ഞു. എന്റെ ജീവിതത്തില് ഇത്രയും സ്മോൾ റൂം ഞാൻ ആദ്യമായിട്ടാ. വെള്ളം പോലും വെച്ചിട്ടില്ല. ഞാൻ വാങ്ങിയല്ലോ, വെള്ളവും വാങ്ങി. ബാത്റൂം ഒന്നുമില്ല. ബാത്റൂം അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടാ. ബാത്റൂം കുഴപ്പമില്ല. ടവൽസും കാർപ്പറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഉണ്ട് ബാത്റൂം ഓക്കെയാ. അപ്പൊ നടക്കില്ല, അപ്പൊ ബുക്ക് ചെയ്യില്ലല്ലോ ഇത്. ബഡ്ജറ്റ് ഹോട്ടലാണെങ്കിൽ ലോക്കറും ഹെയർ ഡ്രയറും ഹാങ്ങർ ഒക്കെ ഉണ്ട്. പക്ഷെ കെറ്റിലും ഉണ്ട്, അപ്പൊ ഫ്രിഡ്ജും ഉണ്ട്, എല്ലാം ഉണ്ട്. രാത്രി വന്ന് കിടക്കാൻ നോക്കിയാൽ ലഗേജ് അതൊക്കെ ഇല്ലെങ്കിൽ സത്യത്തിൽ ഉറങ്ങാൻ വേണ്ടി മാത്രം റൂമിൽ വരാം. അതെ, അല്ല പിന്നെ ഒരു നൈറ്റ് 2 നൈറ്റ് ഒക്കെ ആണെങ്കിൽ പക്ഷെ ബെഡ് ഒക്കെ കണ്ടിട്ട് നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ക്ലീനും ആണ്. അപ്പൊ ഓക്കെ, അതൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഗൈസ്, ഫസ്റ്റ് ഡേ ഇൻ ഹോങ്കോങ് ഒരു സംഭവമായിരുന്നു. നമ്മള് പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ച് ഹാപ്പിയായി എൻജോയ് ചെയ്തു. നാളെ ചുമ്മാ ഹോങ്കോങ്ങിൽ ഒന്ന് കറങ്ങി. ഒരുപാട് സ്ട്രെസ്ഫുൾ ആൻഡ് ട്രാവൽ നിറഞ്ഞൊരു ട്രിപ്പായിരുന്നു. ഒരുപാട് നമ്മൾ ഈ വ്ളോഗിൽ കാണുന്നതല്ല, നമ്മുടെ ബിസിനസ് കാര്യങ്ങളും എല്ലാവർക്കും ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു. സോ അതൊക്കെ കഴിഞ്ഞ് നാളെ ഒരു ദിവസം നമുക്കൊന്ന് റിലാക്സ് ചെയ്യണം. സോ ഹോങ്കോങ് ഒന്ന് ചുറ്റിക്കറങ്ങുന്ന വ്ളോഗായിരിക്കും നാളെ വരുന്നത്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദ ചൈന സീരീസ്. എന്തായാലും നമുക്ക് വേറൊരു വ്ളോഗ് നാളെ ഹോങ്കോങ്ങിന്റെ ഫൈനൽ വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.